സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ പിക്ക് ചെയ്യാൻ പോവാ. ചെന്ന് നോക്കാം, വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ആളോട് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ആൾ ഇതുവരെ വീട് വിട്ട് മാറി നിന്നിട്ടൊന്നുമില്ല. നമ്മുടെ കൂടെ വരുമോ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. വന്നില്ലെങ്കിൽ നമുക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും നമ്മൾ ഇന്ന് കൊണ്ടുവരും. കൊണ്ടുവരത്തില്ലേ നമ്മൾ? ഇന്ന് നമ്മൾ കൊണ്ടുവരും. ഹായ് ഹേയ് ടോമി, കം ഹിയർ. ടോമി ബാ. ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ ആ ആള്. ചെക്കൻ ഇതുവരെ കാറിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് അവനെ കാർ കയറ്റാന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ രുക്കു ബേബി. അവളെയും കൂടി കാർ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പരാക്രമമൊക്കെ കാണിച്ചു കൂട്ടുന്നത്. രണ്ടിനെയും കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളെ വേറെ ദിവസം കൊണ്ടുപോകാം. ആദ്യമായിട്ട് പുറത്തു കൊണ്ടുപോയതുകൊണ്ട് അവൻ കൂടെ വരുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വിളിച്ചു പാടെ ചെക്കൻ ഇറങ്ങി എൻ്റെ കൂടെ പോന്നു. ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നില്ല ഗൈസ്. നമുക്ക് പോവാം. ഹൗ ഈസ് യുവർ ഫസ്റ്റ് ട്രിപ്പ് ടോമി? ബ്യൂട്ടിഫുൾ ഗൈസ്. രുക്കു ഭയങ്കര കുറുമ്പായതുകൊണ്ട് ഹോസ്പിറ്റൽ കേസായിട്ട് പലതവണ അവളെ കാറിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ 9 വയസ്സുള്ള എൻ്റെ ടോമി മോൻ ഇതുവരെ കാറിൽ കയറിയിട്ടില്ല. അപ്പം ഞാൻ കരുതി അവനെ ഒന്ന് കാറിൽ കയറ്റാന്ന്. നമ്മൾ എവിടെ വന്നേ ടോമി? ഓ പൊക്കനെ വന്നു. ഇതാണ് ചേച്ചിയുടെ വീട്. ഇഷ്ടപ്പെട്ടോ? അതൊന്നും മുള്ളരുത്. ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. അവിടെ മാർക്ക് ചെയ്യരുത്. ഞങ്ങൾക്ക് ടെറിട്ടറി മാർക്ക് ചെയ്യണം. മുള്ളി ടെറിട്ടറി ഒക്കെ ഞങ്ങൾ മാർക്ക് ചെയ്യണം. അവിടെ പൂച്ച ഇരിക്കുന്നോ? പിന്നില്ലാതെ ഓടിക്കണം. വേണ്ട, അവന് വയ്യ. ടോമി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവിടെ വന്ന് അവൻ ആദ്യമായിട്ട് കണ്ട മനുഷ്യരോടെല്ലാം അവൻ വലിയ കൂട്ടായി. വീട്ടിലും അങ്ങനെ തന്നെയാണ്. അവന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിന്നതിൻ്റെ വിഷമമൊന്നും അവൻ കാണിച്ചില്ല. അവൻ ഇവിടെ ഭയങ്കര ജോളിയായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് മുറ്റമുണ്ട് അവൻ ഓടിക്കളിക്കാൻ. അതാണെന്ന് തോന്നുന്നു ഫുൾ ടൈം ഓട്ടമായിരുന്നു. അവൻ്റെ ഫസ്റ്റ് കാർ റൈഡ് അവന് ഒരുപാട് ഇഷ്ടമായി. സോ ഐ ഫീൽ സോ പ്രൗഡ്. ഇതിലെ മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വിളിച്ചപ്പോൾ ചെക്കൻ കാറിൽ കയറുന്നില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവ ഇത്ര പെട്ടെന്ന് ഇവിടെ മിങ്കിളാവുമെന്ന്. ഇവനിപ്പോൾ തിരിച്ചു പോകാൻ വരുന്നില്ല. നാളെ കൊണ്ടുവരാം മോനെ. അമ്മ നാളെ വരും കേട്ടോ. നാളെ കൊണ്ടുവരാം മോനെ. ശങ്കടിയായി കൊച്ചിന്. അവസാനം ഒരു വിധത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് അവനെ കാർ കയറ്റിയത്. അവനാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ എൻ്റെ കൂടെ വന്നതും. അവനെ തിരിച്ചു കൊണ്ടുവിടാൻ എനിക്കും മനസ്സിലായിരുന്നു. പക്ഷെ വീട്ടിൽ എൻ്റെ അമ്മ ഇവനെ കാണാതിരിക്കത്തില്ല. എപ്പോൾ തിരിച്ചു കൊണ്ടുവരും പറഞ്ഞ് കാത്തിരിക്കുക. അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവിട്ടേ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ടോമിയും രുക്കുനെയും കറങ്ങാൻ കൊണ്ടുപോയി ഞങ്ങളങ്ങ് തീരുമാനിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.